പ്രമുഖ നേതാക്കളെല്ലാം കൂടി നടത്തിക്കൊടുത്തിയൊരു വിവാഹം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ റിയൽ കേരള സ്റ്റോറി. ആ വൈറൽ താരത്തിന് പ്രായം 16. അന്ന് തന്നെ ഇതൊരു വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു നേതാക്കൾ ഒരന്വേഷണവും കൂടാതെ ഈ വൈറൽ താരത്തിനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചത്? മധ്യപ്രദേശിൽ നിന്നും കേരളത്തിലെത്തിയ ഫർമാൻ എന്ന മുസ്ലിം യുവാവിനെ കൊണ്ട് വൈറൽ താരത്തിനെ കല്യാണം കഴിപ്പിച്ചു. അവർ വന്ന ഉടനെ തന്നെ ഒന്നും അന്വേഷിക്കാതെ എല്ലാവരും കൂടി ഹിന്ദുവായ പെൺകുട്ടി, മുസ്ലിമായ യുവാവ്, അവരെ അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്. മുസ്ലിം വോട്ടുകൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ഒരു വോട്ട് പോലും പോകാതിരിക്കാൻ വേണ്ടി CPMകാരുടെ ഒരു കുതന്ത്രമായിരുന്നു ഇത്. CPMകാർ വീണ് കിട്ടിയ നിധി എന്ന് വിചാരിച്ചാണ് കുംഭമേളയിൽ പ്രശസ്തിയായ വൈറലായ താരത്തിനെ കൊണ്ട് മുസ്ലിം യുവാവിനെ കല്യാണം കഴിപ്പിച്ചത്. അന്ന് ലവ് ജിഹാദ് അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വീട്ടുകാർക്ക് വല്ലാത്ത വിഷമം. കാരണം ഇത് അവനെപ്പറ്റി അന്വേഷിക്കണം, അവൻ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ആ അമ്മ കരയുന്നുണ്ടായിരുന്നു. കൂടാതെ ആ അമ്മ അന്ന് ആവർത്തിച്ച് പറഞ്ഞു, പെൺകുട്ടിക്ക് 18 വയസ്സായില്ല, പെൺകുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂ. അതൊന്നും ആരും മുഖവിലക്കെടുത്തില്ല. കുംഭമേള സമയത്ത് വൈറലായപ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂ എന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്. ഇപ്പോൾ പെൺകുട്ടിക്ക് 16 വയസ്സും 2 മാസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രായപൂർത്തിയായി എന്ന് പറഞ്ഞ് കാണിച്ച രേഖകൾ ആരുണ്ടാക്കിയ രേഖകളായിരുന്നു? അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും ആ യുവാവും പറഞ്ഞതും കളവ് തന്നെയല്ലേ? ആ പെൺകുട്ടിയും ആവർത്തിച്ച് പറഞ്ഞു എനിക്ക് 18 വയസ്സായി എന്ന്. ആ പെൺകുട്ടി പറഞ്ഞത് വീട്ടുകാർ കളവ് പറയുന്നു എന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഇപ്പോൾ ആർക്കാണ് തെറ്റുപറ്റിയത്? ആരാണ് പെട്ടുപോയത്? ഇനി ഇലക്ഷനൊക്കെ അടുത്ത് വരുമ്പോൾ വോട്ടിന് വേണ്ടിയായിരുന്നോ ഈ വിവാഹം എന്നൊരു കാട്ടിക്കൂട്ടലുകളെല്ലാം അവർ ഒപ്പിച്ചത്? അന്ന് അവരതൊരു ക്രെഡിറ്റിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ആ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള ഒരു വിവരം കിട്ടിയപ്പോൾ എല്ലാവർക്കും ഇനി ജയിലിലേക്ക് പോകാനുള്ളൊരു കാര്യമായിട്ടുണ്ട്. ഒരു പെൺകുട്ടി, അത് വൈറലായാലും അല്ല എങ്കിലും, ഒരു പെൺകുട്ടി നാടും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ കേരളത്തിലെത്തുമ്പോൾ അതെന്താണ്? ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ പെൺകുട്ടി ആരാണ്? അല്ല എങ്കിൽ ഈ പെൺകുട്ടി മാത്രം അന്ന് വൈറലായി, അതേ നമുക്ക് അറിയുന്നുള്ളൂ. അതുപോലെ തന്നെ പെൺകുട്ടി ഒരു ഹിന്ദുവാണ്, മുസ്ലിമാണ് വരൻ. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ എങ്ങനെയാണ്, എന്താണ്, അല്ല ഈ പെൺകുട്ടിയുടെ നാട്ടിലെങ്കിലും പോയിട്ട് എന്താണ് എന്നൊന്ന് അന്വേഷിക്കാൻ ആരും ശ്രമിച്ചിട്ടുണ്ടായില്ല. കിട്ടിയ ഒരു ഇത് അപ്പം തന്നെ അവരത് പിടിച്ചു കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിപ്പിച്ച് ലോക പ്രശസ്തി, ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ചെയ്ത ഒരു കാര്യം. ഈ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു നേതാവ് ആ സ്പോട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന്. എന്തോ ഒരു വലിയൊരു മഹാസംഭവം നടത്തിക്കൊടുത്ത ഒരു ആശ്വാസത്തോടു കൂടിയായിരുന്നു അന്നത് പറഞ്ഞത്. ആ പെൺകുട്ടിക്ക് ശരിക്കും ലോകപരിചയമോ നല്ലൊരു വിദ്യാഭ്യാസമോ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളെ ആ ഒരു കുംഭമേള സമയത്ത് വരുമ്പോൾ. അതിനുശേഷം സിനിമയിലൊക്കെ വന്നു, ആ പെൺകുട്ടിക്ക് കുറച്ച് പണവും ഇതൊക്കെ ആയി. പക്ഷേ ഈ യുവാവിനെ എങ്ങനെ പരിചയപ്പെട്ടു അതൊക്കെ ആ വീട്ടുകാർ എണ്ണി പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ അമ്മയൊക്കെ അവർക്ക് തീരെയും പണമില്ലാത്തൊരു സമയത്ത് ഈ പെൺകുട്ടി പെട്ടെന്ന് കുറച്ച് വൈറലായി കുറച്ച് പണമൊക്കെ ആയപ്പോൾ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായി, വീട്ടുകാർക്ക് പണം മാത്രം മതി എന്നുള്ളത്. പക്ഷേ ആ ഒരു പണം മാത്രം മതി എന്നുള്ളൊരു രീതിയായിരുന്നല്ലോ നമ്മൾ കണ്ടത്. വല്ലാത്തൊരു സങ്കടത്തിലായിരുന്നു ആ അമ്മ ഓരോന്നും എണ്ണിപ്പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്നത്. ഇനിയിപ്പം പലരും ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ, ലവ് ജിഹാദ് എന്നൊന്നും പറയണ്ട, സ്നേഹിക്കുന്നവർ കല്യാണം കഴിക്കുന്നുണ്ട്. ഒരേ മതത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ട്. അത് ഇന്നും ഇന്നലെയുള്ളതൊന്നുമല്ല അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, വേറൊരു സ്ഥലത്ത് നിന്ന് കേരളത്തിലെത്തിയ ഒരു യുവാവും ഒരു പെൺകുട്ടിയും, അത് ഏത് മതമായാലും അല്ല വൈറലായാലും അതൊന്നും അല്ല പ്രശ്നം. ഇവരുടെ പശ്ചാത്തലം അത് അന്വേഷിക്കാൻ ഒരു സാധാരണക്കാരുടെ മുമ്പിലല്ല അവരെത്തിപ്പെട്ടത്. നേതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടി നിന്നിട്ട് നടത്തിക്കൊടുത്തിയ ഒരു കല്യാണമാണ്. ഇപ്പം എങ്ങനെയായി? ഇതിപ്പോൾ 16 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചതുകൊണ്ട് കുറ്റവും ജയിൽ ശിക്ഷയും ആ യുവാവിന് മാത്രമായിരിക്കില്ലേ? അപ്പോൾ ഈ പെൺകുട്ടി ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ എനിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ എന്നറിഞ്ഞിട്ട് തന്നെ ആയിരിക്കില്ലേ ഈ യുവാവിൻ്റെ കൂടെ വന്ന് കല്യാണം കഴിച്ചത്? ആ പെൺകുട്ടിയും നുണ പറഞ്ഞു എനിക്ക് 18 വയസ്സായെന്ന്. അപ്പോൾ ഈ യുവാവ് അറിഞ്ഞോ? നമുക്കറിയില്ലല്ലോ. യുവാവിനോടും എനിക്ക് 18 വയസ്സായി എന്ന് പറഞ്ഞിട്ടാണോ കല്യാണം കഴിച്ചത്? അന്നും ഇവർക്കിത് അന്വേഷിക്കാമായിരുന്നു. ഇങ്ങനെ ഒരു 2 കുട്ടികൾ വന്നു, ഈ പെൺകുട്ടിയുടെ പ്രായമൊക്കെ അന്വേഷിച്ച്, ശരിക്കും അവർക്ക് അറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ വ്യാജരേഖയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ 16 വയസ്സായ ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായപ്പോൾ ആ പെൺകുട്ടിയെ സുരക്ഷിതമായൊരു സ്ഥലത്ത് താമസിപ്പിച്ച് 18 വയസ്സ് തികയും വരെ അതിനിടയിൽ തന്നെ ഇവർക്കെല്ലാം അന്വേഷിച്ച് ഇതൊക്കെ ശരിക്കുള്ള സ്നേഹമാണോ എന്നൊക്കെ അന്വേഷിച്ച് 2 പേരുടെയും പശ്ചാത്തലമൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഈ പെൺകുട്ടിക്ക് 18 വയസ്സാവുമ്പോൾ അവരപ്പോഴും നല്ലതായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
ആ സമയത്ത് കല്യാണം കഴിപ്പിക്കുന്നതായിരുന്നില്ലേ ശരി? അതിന് പകരം നേതാക്കളും എല്ലാവരും കൂടെ നിന്നിട്ട് തന്നെ ആയിരിക്കില്ലേ ഈ വ്യാജരേഖയൊക്കെ ഉണ്ടാക്കിയത്? അല്ലാതെ കേരളത്തിലെത്തിയ ഈ യുവാവിനും ഈ പെൺകുട്ടിക്കും മാത്രം അറിവോടുകൂടി ഇതുപോലൊരു വ്യാജരേഖയൊക്കെ ഉണ്ടാക്കി പ്രായമൊക്കെ മാറ്റാൻ പറ്റുമോ? എന്തായാലും ഇപ്പോൾ ലോകത്ത് കേരളം ശ്രദ്ധ നേടുന്നുണ്ട്. അതൊരു നല്ല ശ്രദ്ധയല്ലെന്ന് മാത്രം. കാരണം ഇതുപോലുള്ള ഓരോ കാര്യങ്ങളാണ് ദിനംപ്രതി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും സാധാരണക്കാരല്ല ഈ ഒരു കല്യാണം നടത്തിക്കൊടുത്തത്, നേതാക്കളാണ്. എന്തായാലും ഇവർ കേരളത്തിലെത്തിയപ്പോൾ ഈ കേരളത്തിൽ തന്നെ വന്ന് കല്യാണം കഴിക്കാൻ ഇവർ ആലോചിച്ചപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അല്ല എന്തെങ്കിലും കളവുകളാണോ എന്നൊന്നും ചിന്തിക്കാൻ പോലും കഴിയാതെ ഇങ്ങനെ ചെയ്ത നമ്മുടെ നാട്ടിലെ നേതാക്കൾ ശരിക്കും മണ്ടന്മാരല്ലേ? വെറുതെ അല്ല നമ്മളൊക്കെ പണ്ടേ പറയുന്നത് അല്ലേ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് പണ്ട് മുതലേ രാഷ്ട്രീയത്തിലുണ്ടാവുന്നതെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനിയിപ്പം പലരും ചിന്തിക്കും ഇതുപോലെ എന്തെങ്കിലും ഉടായ്പകളുമായിട്ട് കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നേതാക്കളൊക്കെ കാവൽ നിന്ന് നമ്മളെ കല്യാണം കഴിപ്പിക്കുമെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല അല്ലേ. അന്നൊരു നേതാവ് പറഞ്ഞ കാര്യം ഇപ്പോഴും ഓർക്കുന്നു, 2 സ്വതന്ത്ര വ്യക്തികൾ തമ്മിൽ വിവാഹിതരാകുന്നു എന്ന്. സ്വതന്ത്ര വ്യക്തികളായാൽ മാത്രം മതിയോ? അവരുടെ വയസ്സ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെ ഒന്ന്, സാധാരണക്കാരാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതാരാണ്? കേരളത്തിലെ വലിയ നേതാക്കൾ. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കുക എന്നാണ് ആ നേതാവ് പറഞ്ഞത്. ഏതായാലും ഇപ്പം എന്തായി? ഇപ്പം അഭിമാനമാണോ അപമാനമാണോ? മറ്റൊരു നേതാവ് പറഞ്ഞതാണ്, ഇതാണ് കേരളം, കമ്മ്യൂണൽ ഹാർമണിയുടെയും മാനവ സൗഹൃദത്തിൻ്റെയും ഇടം. അങ്ങനെയൊക്കെയാണ് പൊക്കി വെച്ചിരിക്കുന്നത് കേരളത്തിന്. അതും ഏതിൻ്റെ കാര്യത്തിൽ? ഏതായാലും പോക്സോ കേസായതോടെ അന്ന് ആ കല്യാണത്തിന് ആ കുട്ടികളുടെ കൂടെ എല്ലാത്തിനും മുന്നിട്ടിറങ്ങിയ നേതാക്കൾക്കൊന്നും ഇപ്പോൾ മിണ്ടാട്ടമില്ല. ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കാരണം കേരളത്തിലെ പോലീസല്ല ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്, മധ്യപ്രദേശിലെ പോലീസാണ് ഇപ്പോൾ FIR ഇട്ടിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്ന് ആ നേതാവ് പറഞ്ഞ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞതിന് പകരം ഇപ്പോൾ റിയൽ കേരള നാണം കെട്ട സ്റ്റോറിയായി മാറിയിരിക്കുന്നു. ഏതായാലും അന്ന് എൻ്റെ കുട്ടിക്ക് 16 വയസ്സേ ആയുള്ളൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞ ആ അമ്മയ്ക്കിപ്പോൾ സമാധാനമായിട്ടുണ്ടാവും അല്ലേ. വ്യാജരേഖയല്ല സത്യം, എൻ്റെ കുട്ടിയുടെ വയസ്സ് ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം എന്നുള്ള ആ ഒരു അറിവ് അതെങ്കിലും ആ അമ്മയ്ക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ടാവാം. എന്തായാലും ഇത്രയും നന്നായിട്ട് ആ കുട്ടികൾക്ക് ഭാവിയും ജീവിതവും നൽകിക്കൊടുത്ത നമ്മുടെ കേരളത്തിലെ പ്രമുഖരായ നേതാക്കൾക്ക് അഭിമാനിക്കാം. എന്തായാലും ഇത്രയൊക്കെ ചെയ്തു വെച്ച ഈ നേതാക്കൾക്ക് അവരുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ വെറും 16 വയസ്സ് പഠിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കുമോ? ഇവരുടെ വീട്ടിലെന്ന് വേണ്ട, ഇവർക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളോ ആയ ആരുടെയെങ്കിലും വീട്ടിലെ കുട്ടികൾ ഇതുപോലെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ സമ്മതിക്കുകയാണോ ചെയ്യുക? അല്ല നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി പഠിത്തമൊക്കെ കഴിഞ്ഞ് അന്നും ഇതുപോലെ നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അന്ന് ചെയ്യാം, നമ്മൾ സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണോ ചെയ്യുക? അങ്ങനെയായിരിക്കും ചെയ്യുകയല്ലേ. കാരണം ഇതവർക്ക് ശ്രദ്ധ നേടാനുള്ള ഒരു വിഷയം മാത്രമായിരുന്നല്ലോ, അല്ലാതെ ആ കുട്ടികളുടെ ഒരു ജീവിതമോ ഭാവിയോ ഒന്നും ഇവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ശ്രദ്ധ നേടണം.